ഇവാന്റെ ഉറക്കം. ഇതൊരു മലേഷ്യൻ നാടോടി കഥയാണേ. ഇവാനും അച്ഛനും ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിലായിരുന്നു താമസം. മരം വെട്ടുകാരനായ അച്ഛൻ കാട്ടിൽ പോയാൽ അടുത്ത ദിവസേ വരൂ. ഇവാനാണെങ്കിൽ അച്ഛനെ പിരിഞ്ഞിരിക്കാനും വയ്യ. ഒരു ദിവസം അച്ഛൻ രാവിലെ കാട്ടിൽ പോകാൻ ഇറങ്ങിയതും ഇവാൻ കരയാൻ തുടങ്ങി. ഞാനും വരും അച്ഛോ. അങ്ങനെ അച്ഛൻ ഇവാനെയും കൂട്ടി അവർ കാട്ടിലെത്തി മരം വെട്ടാൻ തുടങ്ങി. മരം വെട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് രാത്രിയായി. കയ്യിലുള്ള ഭക്ഷണം കഴിച്ച് ഇവാനും അച്ഛനും ഉറങ്ങാൻ കിടന്നു. ഇവാൻ അച്ഛനോട് ചേർന്നാണ് കിടന്നിരുന്നത്. അതുകൊണ്ട് പുതച്ചു കിടക്കുന്ന രൂപം കണ്ടാൽ അവിടെ ഒരാളേ ഉള്ളൂന്ന് തോന്നും. ഇവാനും അച്ഛനും ഉറങ്ങുന്നതിനിടയിൽ മനുഷ്യന്റെ മണം പിടിച്ച് ഒരു കടുവ അതുവഴി വന്നു. രണ്ട് മനുഷ്യരുടെ മണം ഉണ്ടല്ലോ, പക്ഷെ ഇത് ഒരാളല്ലേ ഉള്ളൂ. കടുവ ആലോചിച്ചു. സംശയം മാറാതെ അയാളെ പിടിച്ച് തിന്നാനും കടുവയ്ക്കൊരു മടി തോന്നി. കടുവ സംശയിച്ചു നിൽക്കുന്നത് തൊട്ടടുത്ത പുഴയിലുള്ള മുതല കണ്ടു. എന്താ ചെങ്ങാതി ഇത്ര ആലോചന? അപ്പൊ കടുവ പറഞ്ഞു, രണ്ട് മനുഷ്യരുടെ മണമുണ്ട്, പക്ഷെ ഒരാളെ കാണുന്നുള്ളൂ. കടുവ പറയുന്നത് കേട്ട് മുതല ചിരിച്ചു. നീ പതുക്കെ ആ പുതപ്പൊന്ന് മാറ്റി നോക്കിയേ, രണ്ടുപേരെയും കാണാം. ഐഡിയ എന്റേതായതുകൊണ്ട് രണ്ടാമത്തെ ആളെ എനിക്ക് തരണം, വെള്ളത്തിലേക്ക് ഇട്ടാ മതി. മുതല പറഞ്ഞതുപോലെ ചെയ്യാനായി കടുവ അടുത്തെത്തി. പുതപ്പ് മാറ്റാൻ തുടങ്ങിയതും കടുവയുടെ മീശരോമം തട്ടി അച്ഛൻ ഒറ്റ തുമ്മൽ. ഹച്ചി! ഞെട്ടിപ്പോയ കടുവ പുഴയിലേക്ക് വീണു. ബ്ലൂം! കടുവ മനുഷ്യനെ ഇട്ടു തരുന്നത് നോക്കി കൊതിയോടെ കാത്തിരുന്ന മുതലയുടെ വായിലാണ് ആ കടുവ ചെന്ന് വീണത്. പിന്നത്തെ കഥ പറയണോ? കടുവ മുതലയുടെ വയറ്റിലായി. രാവിലെ ഉറക്കമുണർന്ന ഇവാനും അച്ഛനും ഇതൊന്നും അറിയാതെ വീട്ടിലേക്ക് മടങ്ങി.